അപ്പൊ ഒരു കുഞ്ഞു കാര്യം കൂടെ ഈ ഭക്ത മനസ്സുകൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഋതുമതികളായിട്ടുള്ള സ്ത്രീജനങ്ങള്, നമ്മുടെ മാതൃജനങ്ങള്, അങ്ങനെയുള്ള സമയത്ത് ഈ രാമായണം വായിക്കാവുന്ന രാമായണത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വീടുകളിൽ അത് പാലിക്കപ്പെടുന്നില്ല. അതിനെന്തോ ആ സമയത്തുള്ള അങ്ങനെയുള്ള ആളുകൾ ഇത് വായിക്കാറോ തൊടാറോ ഇല്ല. അപ്പൊ അതിന് ഭാവഭേദത്തിന്റെ ആവശ്യമില്ല, ഏത് സമയത്തും സ്ത്രീകൾക്ക് ഇത് വായിക്കാവുന്നതാണ് എന്നുള്ളത് തന്നെയാണ് അങ്ങ് പറഞ്ഞു വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. എന്താ സംശയം? എന്തെങ്കിലും കാര്യത്തിലുണ്ടോ? ഒരു ചരിത്ര ഗ്രന്ഥം മാത്രമാണ് രാമായണം. അതെന്തുകൊണ്ടാണ് ഭക്തിയുള്ളതാവുന്നത് എന്ന് ചോദിച്ചാൽ അത് ജ്ഞാനത്തിന്റെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഗ്രന്ഥമാണ്. ആത്മശക്തിയെ നമുക്ക് വർദ്ധിപ്പിക്കുവാൻ, നമ്മളുടെ അറിവിനെ വർദ്ധിപ്പിക്കുവാൻ, ലോകത്തെ ഏറ്റവും വലിയ വേദാന്ത വേദ്യവാക്യനായിട്ടുള്ള പാപത്രയങ്ങളാൽ തകർന്നു പോയ ലോകത്തെ ആ പാപത്രയത്തിന്റെ ത്രയംബകത്തെ കുലച്ചൊടിച്ച് ദൈവത്തെ കാണിച്ചു തന്ന, ജീവലോകത്തെ സംരക്ഷിക്കുവാൻ സർവവേദത്തെയും ഇവിടെ എല്ലാവർക്കും വേദ്യമാക്കി കൊടുത്തിട്ട് മറഞ്ഞു പോയിട്ടുള്ള സർവവേദങ്ങൾക്കും അധികാരിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ചരിതം എന്ന് വെച്ചാൽ തിയോളജി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതാണ്, ത്രിഗണ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെതാണ്. അങ്ങനെ അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള സർവവേദങ്ങൾക്കും അധികാരിയായിരിക്കുന്ന ആ ശ്രീരാമന്റെ ചരിതം ആർക്കും, ആ ചരിത്രം ആർക്കും എപ്പോഴും പാരായണം ചെയ്യാം. ആ ഗ്രന്ഥത്തിന് നമ്മൾ വില കൽപ്പിക്കുന്നത് ആരുടെ ചരിതമാണോ അതിൽ പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയോടുള്ള ഭക്തി കൊണ്ടാണ് ആ ഗ്രന്ഥത്തിനും ഭക്തി ഉണ്ടാവുന്നത്. അത് വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു ചോദ്യം കൂടെ ചോദിക്കേണ്ടിയിരിക്കുന്നു, സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ രാമായണം വായിക്കുമ്പോ സാധാരണഗതിക്ക് നമ്മൾ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് ആണ് വായിക്കാറ്. അപ്പം വിളക്ക് കൊളുത്തി വെച്ചിട്ട് വായിക്കണമെന്ന് നിർബന്ധം കൊണ്ടോ? പകൽ സമയങ്ങളിലോ അല്ല സമയങ്ങളിലോ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് രാമായണം പാരായണം ചെയ്യാവുന്നതാണോ? നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് രാമായണം വായിക്കുന്നത് അഗ്നി അക്ഷരമാണ്. അറിവ് അഗ്നിയാലാകുന്നു. അത് ബ്രെയിനിൽ റൈറ്റ് ചെയ്യുമ്പോഴും നമ്മൾ റൈറ്റ് ചെയ്തിരിക്കുന്നത് വായിക്കുമ്പോഴും അഗ്നിയുടെ സാമീപ്യം ആവശ്യമാണ്. അപ്പോൾ നിലവിളക്ക് എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ പ്രതീകമാണ്, സന്തോഷത്തിന്റെ പ്രതീകമാണ്, ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ആ നിലവിളക്ക് നിലവിളിയെ കുറയ്ക്കും. നമ്മളുടെ മുഖത്ത്, നമ്മളുടെ അക്ഷികളിൽ, നമ്മളുടെ അക്ഷരങ്ങളിൽ, നമ്മളുടെ ബ്രെയിനിൽ ആ അഗ്നിയെ ആവാഹിക്കുവാൻ പാകത്തിന് നിലവിളക്ക് നമ്മുടെ മുന്നിൽ കത്തിച്ചു വെച്ചിരിക്കുന്നത് പരിപൂർണമായിട്ടും നമുക്ക് അതിനെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. വ്യക്തമായിട്ട് നമ്മൾ ആ അക്ഷരങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. വിഗ്രഹമാണ് അക്ഷരങ്ങൾ. ആ വിഗ്രഹത്തെ ഗ്രഹിക്കുവാൻ നിലവിളക്ക് ആവശ്യമാണ്. നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റായിട്ട് ധരിക്കേണ്ട, ഇരിക്കുമ്പോൾ നമ്മളുടെ മുഖത്തും നമ്മളുടെ ഭൂമുഖത്തും നമ്മളുടെ ഗ്രന്ഥത്തിലും ഒരേപോലെ പഞ്ചേന്ദ്രിയ ഗ്രാമമായിരിക്കുന്ന ഫേസിലും പഞ്ചഭൂതങ്ങളാൽ പരിശോഭിതമായിരിക്കുന്ന നമ്മളുടെ വീടിന്റെ ഭൂമുഖത്തും ഒരുപോലെ അക്ഷരങ്ങളിലും നമ്മളുടെ ബ്രെയിനിലും പ്രകാശത്തെ ചെരിയുവാനുള്ള ശേഷി എന്തിനുണ്ട്? ആ നിലവിളക്കിലുണ്ട്. ആ നിലവിളക്കിൽ ഒഴിക്കുന്ന നെയ്യ് ഈ അന്തരീക്ഷത്തെ അമൃതവായുക്കളുടെ ഒരു മായിക ലോകത്തെ തന്നെ സൃഷ്ടിക്കും. നമ്മൾ ആ നെയ്യ് ഒഴിക്കുന്നത് അഗ്നിയിലൂടെ കേശികത്വ സ്വഭാവത്താൽ അത് അന്തരീക്ഷത്തിലേക്കാണ് വ്യാപിക്കുന്നത് ആ നെയ്യ്. അപ്പോ ആ നാരത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ ശേഷിയുള്ളതാണ് ആ നാരായം. ആ നാരായം നരനെ നാരായണനാക്കുവാൻ ശേഷിയുള്ളതാണ്. ജ്ഞാനത്തിന്റെ നാരായമാണത്, നിലവിളക്കിന്റെ നാരായം. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരവസ്ഥയിലും നമുക്ക് ഗ്രന്ഥം പാരായണം ചെയ്യാം ഭക്തിപൂർവം. മറ്റ് ഗ്രന്ഥങ്ങൾ പോലെയല്ല രാമായണം. അമ്മയെ കാണുന്നത് പോലെ, അച്ഛനെ കാണുന്നത് പോലെ ഭക്തിയാൽ പാരായണം ചെയ്യണം. ഗുരുവിനെ കാണുന്നത് പോലെ. യുക്തി കൊണ്ടല്ല രാമായണത്തെ സമീപിക്കേണ്ടത്. അമ്മയ്ക്കും അച്ഛനും ഗുരുവിനും ഒന്നും ഈ പറഞ്ഞ മറ്റ് പ്രത്യേകതകളൊന്നും ഏത് സമയത്തും സമീപിക്കാവുന്നതാണ് ഇവരെല്ലാം. അതെ. അപ്പോ രാമായണത്തെ കാണുമ്പോ ഏത് സമയത്തും രാമായണം പാരായണം ചെയ്യാം. തീർച്ചയായിട്ടും. അമ്മയെ യുക്തി കൊണ്ട് സമീപിച്ച എങ്ങനെ ഉണ്ടാവും? അതെ. അച്ഛനെ യുക്തി കൊണ്ട് സമീപിച്ച എങ്ങനെ ഉണ്ടാവും?
ഇപ്പൊ അതെ. ഗുരുക്കന്മാരെയും എന്തുകൊണ്ടാണ് സമീപിക്കുന്നത്? യുക്തി കൊണ്ടാണ്. യുക്തി കൊണ്ടല്ല നമ്മൾ പഠിക്കേണ്ടത്, ഭക്തി കൊണ്ടാണ്. അക്ഷരങ്ങളെ സമീപിക്കേണ്ടതും ഭക്തി കൊണ്ടാണ്. നമ്മൾ രാമായണം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ പാരായണം ചെയ്യുവാനായിട്ട് ഭക്തി തന്നെയാണ് വേണ്ടത്. ഭക്തിയിലൂടെ മാത്രമാണ്. എന്ത് സ്വാതന്ത്ര്യമാണ്, എന്ത് അധികാരമാണ്, എന്ത് അടുപ്പമാണ്, എന്ത് സ്നേഹമാണ്, എന്ത് വാത്സല്യമാണ്, എന്ത് ബഹുമാനമാണ് അമ്മയ്ക്കും അച്ഛനും ഉള്ളതുപോലെ തന്നെ രാമായണത്തിനും ആ പ്രാധാന്യമുണ്ട് അല്ലെ? തീർച്ചയായിട്ടും അമ്മയെപ്പോലെ പ്രാധാന്യം. നമുക്ക് സുഭാഷിതങ്ങളുടെ സുഭാഷിതം ഏത് എന്ന് ചോദിച്ചാൽ അത് രാമന്റെ അയനമാണ്, ആ അയന ചരിതമാണ്. ഭക്തി മാത്രമേ അതിനകത്തുണ്ടാവുള്ളൂ. കാരണം ആ രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തിയ മഹാശാസ്ത്രകാരന്റെ ചരിത്രമാണത്. ആസ്തിരികതയെ നിഗ്രഹിക്കുന്ന, അറിവിനെ നിറച്ച് അജ്ഞതയെ മാച്ച ആ രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളെ കണ്ടെത്തി മുഴുവൻ അറിവുകളെയും മുഴുവൻ വേദങ്ങളെയും ആ അക്ഷരങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ശ്രീരാമന്റെ ചരിതത്തെ നമ്മൾ അറിഞ്ഞു വായിക്കുമ്പോൾ ശരിക്കും ജ്ഞാനത്താൽ നമ്മളുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ ഇരിക്കും. അതാണ് മോഹൻജി ഏറ്റവും വലിയ കാര്യം എന്താന്ന് പറഞ്ഞാൽ, മരിച്ച വീട്ടിൽ പോലും, ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു മരണം സംഭവിച്ച വീട്ടിൽ പോലും രാമായണം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ ദുഃഖത്തിന്റെ രാക്ഷസീയതയെ, ആ അജ്ഞതയെ നീക്കുവാനായിട്ട് ആ രാമന്റെ ചരിതത്തിന് ശേഷിയുണ്ട്. അപ്പൊ രാമന്റെ ചരിതം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് അത് പാരായണം ചെയ്യുന്നതെങ്കിൽ രാമനേക്കാൾ ദുഃഖിച്ചിട്ടുള്ള ഒരാളും ലോകത്തില്ല. അതെ. ആ രാമന്റെ കഥ ഞാൻ ഒരു ദിവസം പറയാം. എന്തായാലും വലിയ സന്തോഷം. ഈ കർക്കിടക മാസത്തിന്റെ പ്രാധാന്യവും കർക്കിടകത്തിന്റെ പ്രാധാന്യം, രാമായണത്തിന്റെ പ്രാധാന്യവും, രാമായണം പാരായണം ചെയ്യേണ്ട രീതിയെക്കുറിച്ചും എപ്പോഴൊക്കെ ചെയ്യാം, അതിന് യാതൊരുവിധ ചട്ടലംഘനങ്ങളും ഇല്ല, രാമായണം ഏത് സമയത്തും ആർക്കും പാരായണം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തന്നത് വളരെ ഗുണകരമാണ്. രാമായണ മാസം ആരംഭിക്കാൻ ചട്ടലംഘനങ്ങളുണ്ട്, ചട്ടലംഘനങ്ങളുണ്ട്. പക്ഷെ അത് ഈ പറയുന്ന അന്ധവിശ്വാസത്തിന്റെ ചട്ടലംഘനങ്ങളല്ല. രാമായണം പാരായണം ചെയ്യുന്നവര്, രാമായണം മാത്രമല്ല പാരായണം ഈ കർക്കിടക മാസത്തിൽ എന്ത് പാരായണം ചെയ്യുന്നവരും അമിതമായിട്ടുള്ള ഭക്ഷണവും കഴിക്കാൻ പാടില്ല. വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം, അത് 3 നേരവും കഴിക്കാൻ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. വളരെ ഔഷധ ഗുണമുള്ള ഈ മഹാവൈഷ്ണവ ശക്തിയുടെ പ്രസാദമായിരിക്കുന്ന സസ്യാഹാരം മാത്രമാണ് കഴിക്കേണ്ടത്. അപ്പൊ നമ്മള് ആ സസ്യാഹാരികളായിക്കൊണ്ട് വേണം നമ്മൾ കർക്കിടക മാസത്തില് വ്രതാനുഷ്ഠാനങ്ങളിലൂടെ വേണം രാമായണത്തെ പാരായണം ചെയ്യുവാനായിട്ട്. കാരണം അതത്രയും ആത്മബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. അതെ. ശവാഹാരം കഴിച്ചുകൊണ്ടോ ഒരിക്കലും രാമായണം പാരായണം ചെയ്യാതിരിക്കുക. അമിതമായിട്ട്, ഇനിയിപ്പൊ അത് കഴിക്കണമെങ്കിൽ കഴിച്ചാൽ തന്നെയും അമിതമായിട്ട് മാംസാഹാരം കഴിച്ചുകൊണ്ട് കർക്കിടക മാസത്തില് ആത്മശക്തിയെ വർദ്ധിപ്പിക്കേണ്ട സമയമായതുകൊണ്ട്, ക്രിയാശക്തിക്ക് വലിയ പ്രാധാന്യമില്ലാത്ത കാലമായതുകൊണ്ട്, ആരോഗ്യം ക്ഷയിച്ചു നിൽക്കുന്ന കർക്കിടകയെ പോലെ ആയിരിക്കുന്ന കാലമായതുകൊണ്ടും നമ്മളുടെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. മരണത്തെ ഏറ്റുന്നതാണ് കർക്കിടക മാസത്തിലെ കറുത്തവാവ് മുതലുള്ള സമയം. പിന്നീട് വരുന്നത് ശരത്കാലമാണ്. മരണത്തിന് കാരണമായിരിക്കുന്ന അതായത് ധാന്യത്തെ പൊഴിക്കുന്ന, ആയുസ്സിനെ പൊഴിക്കുന്ന, ജീവലോകത്തിന്റെ ആയുസ്സിനെ കാലം പൊഴിക്കുന്ന സമയമാണ് ശരത്കാലം. മേടമാസം വസന്തം എങ്ങനെയാണോ ജീവനെ നമുക്ക് നൽകുന്നത്, അതുപോലെ ജീവനെ തിരിച്ചെടുക്കുന്ന ശരത്കാലം. ശരത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന് കാരണമായിരിക്കുന്ന ആയുധമാണ്. ആ മരണത്തിന് കാരണമായിരിക്കുന്ന കർക്കിടകയെ പോലുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കന്നിമാസം, അതായത് കന്നി തുലാം മാസം എന്ന് പറയുന്നത് നമ്മളുടെ ആയുസ്സിന് ഒരുപാട് ദോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ദക്ഷിണായന കാലമാണ്. അപ്പോ എല്ലാവരും നല്ല ഔഷധങ്ങളെ സേവിക്കാനായിട്ടും നല്ല നല്ല ഹരിയാഹാരം കഴിക്കുവാനായിട്ടും നമുക്ക് കഴിയണം. നല്ല ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നവരായിട്ടും മാറണം. മക്കള് ധാരാളം വായിക്കണം. ഈ ഏറ്റവും ടഫായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ച് കർക്കിടക മാസത്തിൽ വായിക്കണം. രാമായണം മാത്രമല്ല എല്ലാ ഗ്രന്ഥങ്ങൾക്കും പാരായണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ബൈബിളോ ഖുറാനോ ഏതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഏതൊരു ഗ്രന്ഥവും നമുക്ക് പാരായണം ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കർക്കിടകം എന്ന് തന്നെ മനസ്സിലാക്കുക. ഇതിനകത്ത് അന്ധവിശ്വാസം കുത്തി
നിറയ്ക്കാതിരിക്കുക. ശാസ്ത്രവിശ്വാസത്തിലേക്ക് തിരിച്ചു വരിക. കാരണം ശാസ്ത്ര വിശ്വാസത്തെ പ്രതിഷ്ഠിച്ചിട്ട് മറഞ്ഞ ആളുടെ പേരില് അശാസ്ത്രീയത നിറയ്ക്കുവാനായിട്ട് ആരും ശ്രമിക്കാതിരിക്കുക. നല്ല ധാന്യങ്ങള്, നല്ല ഫ്രൂട്ട്സ്, നല്ല ദ്രവ്യങ്ങള്, നല്ല ദ്രവ്യവിശേഷങ്ങള്, അതിലൂടെ സർവ്വലോകത്തിനും സമാധാനം. ആ ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ മാറുന്നത് രാക്ഷസീയതയെ വധിക്കുന്ന ആയുധമായിരിക്കുന്ന അക്ഷരങ്ങളുടെ വൈഭവത്താലാകുന്നു. ആ അക്ഷരങ്ങള് നമ്മളെ ഒരുമിപ്പിക്കുവാൻ കാരണമാകട്ടെ. ആ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരായിട്ട് എല്ലാ മനുഷ്യരും മാറട്ടെ. ആ അക്ഷരങ്ങളെ ഭക്തിയോടെ കൈകാര്യം ചെയ്യുക. കർക്കിടകത്തിന്റെ പ്രാധാന്യവും രാമായണ പാരായണത്തിന്റെ പ്രാധാന്യവും മനസ്സിലാക്കി തന്ന അങ്ങേക്ക് വലിയ നന്ദി. നമസ്തേ. നമസ്തേ.